Hey Google. Hey Google. Hey Alexa. Hey Alexa. നമുക്ക് കിട്ടിക്കുന്നത് ആമസോണിൻ്റെ അലക്സ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അതായത് ആമസോൺ അലക്സ ഈക്കോ 3rd ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഡെഡായിട്ട് എന്നല്ല, ഓഡിയോ പുറത്തേക്ക് വരുന്നില്ല. അതായത് ചില സമയത്ത് ഈ സാധനത്തിന് ലൈറ്റ് കത്തും, ചില സമയത്ത് കത്തുമില്ല. പക്ഷേ ഓഡിയോ എന്ന് പറയുന്ന സാധനം എന്ത് കളിച്ചാലും സാധനം പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് വന്നത്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഡിവൈസ് കാര്യങ്ങൾ ഫുള്ള് ഡിസസംബ്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നതിന് ശേഷം അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ നമ്മൾ പുറത്തെടുത്ത്. ഈ ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറയില്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ സർവീസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ മൊബൈൽ മാത്രം സർവീസിങ്ങിൽ നമ്മൾ ഒതുങ്ങിയാൽ പോരാ. അതായത് നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഒരു ഡിവൈസിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും നമുക്കത് പറ്റണമെന്നില്ല. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എൻ്റെ പേജിൽ തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്നെക്കൊണ്ടാവുന്ന സാധനങ്ങൾ, അറിയുന്ന സാധനങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഡിസസംബ്ലിങ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനം ഡിവൈസ് കിട്ടുന്ന സമയത്ത് ആരും പറഞ്ഞു തന്നിട്ടോ അയച്ചിട്ടൊന്നും എനിക്കിത് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിവൈസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ അടിക്കുക, ഡിസസംബ്ലിങ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും എങ്ങനെയാണ് ഡിസസംബ്ലിങ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഓപ്പൺ ചെയ്ത് മൊഡ്യൂൾ പുറത്തെടുക്കുക എന്നുള്ളത് വരെയാണ് അധികം വീഡിയോ ഉണ്ടാകുക. ബാക്കി നമ്മൾ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഷോർട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഏതൊരാളും ഇലക്ട്രോണിക്സ് അറിയുന്ന ഏതൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഷോർട്ട് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. എല്ലാത്ത ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും പറ്റും. ഇതിപ്പോൾ എന്തായാലും ഞാൻ ബോർഡ് കാര്യങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത്, അതായത് ഡിസസംബ്ലിങ് കാര്യങ്ങളൊക്കെ നോക്കി, എന്നിട്ട് ബോർഡ് കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കപ്പാസിറ്റർ ഷോർട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കപ്പാസിറ്റർ എനിക്ക് തോന്നുന്നു ഓഡിയോ ഐസിൻ്റെ തായിരിക്കുന്നത്, ഒരു ഐസി കാണുന്നുണ്ട്. ബട്ട് അത് ഷോർട്ടാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മളത് ഒഴിവാക്കാണ്ട് ജസ്റ്റ് അയൺ വെച്ച് അതെടുത്ത് പുറത്ത് വെച്ച് എന്നിട്ട് ഷോർട്ട് ഫൈൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഷോർട്ട് എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ കൺഫേമായി ആ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആണെന്നുള്ളത്. എന്നതിന് ശേഷം എൻ്റെ അടുത്ത് വേറൊരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ ആ ഒരു ഐ സി ഉണ്ട്. അതായത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഓഡിയോ ഐ സി ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഐ സിൻ്റെ അടുത്ത് ആ ഒരു സെയിം സൈസുള്ള ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ റീഫിക്സ് ചെയ്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനത്തിന് ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് വരുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഇതിന് സ്കീമാറ്റിക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് റീഫിക്സ് ചെയ്ത് എന്നിട്ട് വീണ്ടും നമ്മളവിടെ ഷോർട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഷോർട്ട് പോയി. അതായത് കപ്പാസിറ്റർ വേറെ പുതിയ നമ്മൾ ഇട്ടിട്ടും അവിടെ ഷോർട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കപ്പാസിറ്റർ കൊണ്ട് തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ടാമത് നമ്മൾ ഇതിൻ്റെ ഡിവൈസിൻ്റെ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ തിരിച്ച് ആ ഒരു ഇതിൻ്റെ മേളിലൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം ഓൺ ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ഷീൽഡ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇതിന് CPU കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് കണക്ട് ചെയ്ത് ഇതന്നെ അസിസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി CPU കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ നമുക്ക് തെർമൽ പേസ്റ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എല്ലാവരും ചെയ്യണമെന്നോ ചെയ്താലും അത് ആവുന്നൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് എന്തായാലും നമ്മളത് ഓപ്പൺ ചെയ്ത് തെർമൽ കാര്യങ്ങളുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് മുമ്പ് ഹീറ്റ് ആയതുമാണ്. അപ്പോൾ ചിലപ്പോൾ സ്ട്രോങ് കുറയാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും മേ ബി. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കൂളായിക്കോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ കുറച്ച് തെർമൽ പേസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് എന്നതിന് ശേഷം ബോർഡ് എന്ത് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് റീഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയില്ല, നമ്മൾ ഒരിക്കലും ഒന്നിൽ മാത്രം ഒതുങ്ങിയാലും ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ സാധനങ്ങളൊക്കെ സർവീസ് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് ആകുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ആക്കലുണ്ട്. ഇപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ എല്ലാം റെഡിയാക്കുന്ന വീഡിയോസാണ് ഇടുന്നത്. പക്ഷേ എന്നാലും കുറേ റെഡി ആവാത്ത സാധനങ്ങളുണ്ട്. ചില വീഡിയോസ് നിങ്ങൾ എന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവാത്ത സാധനമുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റീഫിക്സ് ചെയ്ത് എന്നതിന് ശേഷം സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് എന്നിട്ട് ചാർജ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. Hey Alexa, play the song. Here's Geo7. Hey Alexa, stop. കഴിഞ്ഞിട്ടില്ല, ഇനിയിതിപ്പോൾ ഫുള്ള് അയച്ചിട്ടുള്ളത്. ഇനി ഫുള്ള് സാധനങ്ങൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തിരിച്ച് പാക്ക് ചെയ്തിട്ട് ബാക്കി ചെക്ക് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഫുള്ള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്, നമ്മൾ മൊബൈൽ ഫീൽഡിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഏറ്റവും കൂടുതലായിട്ട് ഈ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസ് ആയിക്കോട്ടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് താഴെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഷിപ്പിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോട്ടെ, ഇതിപ്പോൾ എന്തായാലും നമ്മളെ സാധനങ്ങൾ ഫുള്ള് പാക്കിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഡിവൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തു തരും. ഇതിനെന്തായാലും ബാക്കിയുള്ള നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, Hey Alexa, play the DJ song.
DJ by Sunidhi Chauhan and Nitin Soni from Geo Savan. ഇതുപോലെ ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാത്തൊരു ഡിവൈസൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വേറെ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാൻ പറ്റും. അവരവരുടെ ജോബിന് പറ്റിയൊരു സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇതിപ്പോൾ എന്തായാലും സാധനം ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഡിവൈസ് ഫോൺ ആയിക്കോട്ടെ സ്പീക്കർ ആയിക്കോട്ടെ റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെഡിയാക്കി തരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.